ഹായ് ഡിയർ, ഗുഡ് മോർണിംഗ്. നിങ്ങൾ വളരെ ശാന്തമായിട്ട് നിങ്ങളുടെ ഒരു ഡേ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു ഇന്നർ വോയിസ് നിങ്ങൾ കേൾക്കുന്നതായിട്ടും ആ ഒരു ഇന്നർ വോയിസ് എന്താണ് പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് സഞ്ചരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് മറ്റ് വ്യക്തികളോട്, നിങ്ങളുടെ ചുറ്റിലുമുള്ള ജീവജാലങ്ങളോടൊക്കെയും വളരെ ഒരു പരിപാലനത്തിൻ്റേതായിട്ടുള്ളൊരു എനർജിയിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ഒരു ദിവസം. അതായത് ചുറ്റിലുമുള്ള വ്യക്തികളെ പരിഗണിക്കുക, അവർക്ക് വേണ്ടി സെർവ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് പെറ്റ്സ് ഉണ്ടാകാം, മറ്റ് ജീവജാലങ്ങളുണ്ടാകാം, അവർക്കൊക്കെ നമ്മളാലാകുന്നത് എന്താണോ അത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് നിങ്ങളുടെ ഒരു ഹീലിങ്ങിനും കൂടി വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ പുറമേ ശാന്തമായിട്ടിരിക്കുന്നു, നിങ്ങളെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു എങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻസിൽ നിങ്ങൾ കടന്നു വന്ന ഒരു ഫേസ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങളെ പലപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതൊക്കെയും ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം. അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് ചിന്തിക്കുമ്പോഴും നിങ്ങൾക്ക് അതായത് ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല എന്നോ എന്തൊക്കെയോ ചിന്തകളാണ്. അത് കാരണം നിങ്ങൾ വളരെ ടെൻസ്ഡ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ടെൻഷൻസ് നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ടാവാം, നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടാകാം, നിങ്ങളുടെ ഈ ഒരു ഡേയെ പോലും അത് ബാധിച്ചേക്കാം. അപ്പോൾ ഓരോ ഡേയും നമുക്ക് പ്രഷ്യസ് ആണ്. അത് എത്ര നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് നമ്മൾ ഒരു ഗൈഡൻസിൽ നോക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് നിങ്ങളോട് ഒരു നർച്ചറിങ് ക്വാളിറ്റിയിൽ ഇരിക്കാനാണ് ഡിവൈൻ ഗൈഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, പുറത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് പ്രകൃതിയോടൊപ്പം സ്പെൻഡ് ചെയ്യുക. അതോടൊപ്പം ഗാർഡനിങ് ചെയ്യാം, നിങ്ങൾക്കൊന്ന് ചെടി നനച്ചു കൊടുക്കാം. അതൊക്കെ നിങ്ങളെ ഒന്ന് ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രകൃതിക്ക് നമ്മളെ നന്നായിട്ട് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ഡിയർ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഹീൽ ചെയ്യാം. ചുറ്റിലുമുള്ള പെറ്റ്സിനോടോ അതായത് നിങ്ങളുടെ ചുറ്റിലുമുള്ള വ്യക്തികളോടോ നിങ്ങൾക്ക് അത്രയും കരുണയോടുകൂടി പെരുമാറിക്കൊണ്ട് നിങ്ങൾക്ക് സ്വയം ഹീലാകാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ എന്താണോ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് അതല്ലേ നമുക്ക് തിരിച്ച് കിട്ടുന്നത്. ആ ഒരു എനർജി തന്നെയാണ് നമുക്ക് തിരിച്ചും വരാം. ഓക്കെ ഡിയർ. അപ്പോൾ നമ്മൾ എത്രത്തോളം നല്ല പോസിറ്റീവ് എനർജിയിലാണോ അതനുസരിച്ച് തന്നെയാണ് അവിടെ നിന്നൊരു നെഗറ്റീവ് എനർജി വന്നാൽ പോലും നമുക്ക് അത് റിപ്പിൾ ചെയ്ത് പോകും, നമ്മൾ അത്രയും പോസിറ്റീവായിട്ടിരുന്നാൽ. അപ്പോൾ മറ്റുള്ള വ്യക്തികളോട് നമ്മുടെ കരുണയോടുകൂടി ഇന്നത്തെ ദിവസം ഇരിക്കുക. അത് നിങ്ങളുടെയും കൂടി ഒരു ബെറ്റർമെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊന്ന് പീസ്ഫുൾ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്കില്ലുള്ളൊരു വ്യക്തിയാണ് എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു ബിസിനസ് നൈപുണ്യമുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പണം മാനേജ് ചെയ്യാനൊക്കെ അറിയുന്നൊരു വ്യക്തിയാണ്. നിങ്ങളുടെ ഈ ഒരു സ്കില്ലിനെയൊക്കെയും ഈ ഒരു ടെൻഷൻസ്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള ടെൻഷൻസ് ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഒരു ടെൻഷനിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നാൽ നിങ്ങളുടെ ഈ ഒരു സ്കില്ലെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ സംരംഭം, നിങ്ങളുടെ ജീവിതം ഒക്കെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളൊരു നർച്ചറിങ് ക്വാളിറ്റിയിൽ ഇരിക്കുക. പിന്നെ നർച്ചറിങ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അവിടെയും ഒരു ബൗണ്ടറി ഉണ്ട്. അതായത് നമുക്ക് നിൽക്കാനൊരു സ്പേസ് ഉള്ളിടത്ത് മാത്രം നമ്മൾ നിൽക്കുക, സെർവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എവിടെയാണോ നിൽക്കാൻ സ്പേസ് ഉള്ളത് അവിടെ നിങ്ങൾ സെർവ് ചെയ്യുക, അവിടെ നിങ്ങൾ ഒരു നർച്ചറിങ് ക്വാളിറ്റിയിലിരിക്കുക. അല്ലാത്ത ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയും വേണം. ഓക്കെ ഡിയർ. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഇതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ബിസിനസ് സ്കിൽസ്, നിങ്ങളുടെ ആ ഒരു മണി മാനേജ്മെൻറ്റ് സ്കിൽസ്, നർച്ചറിങ് ക്വാളിറ്റി ഒക്കെ. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു ഡേ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഡിയർ.